നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാട്ടർലൂ ആയിരിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറയുന്നു. ഇടതുമുന്നണി പരാജയം സമ്മതിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ 3 ദിവസത്തെ പര്യടനം ഇടതുപക്ഷത്തിന്റെ പരാജയ സൂചനയാണ് നൽകുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയാതെ വർഗീയ ധ്രുവീകരണത്തിനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തെ നിലമ്പൂർ തോൽപ്പിക്കും. കോരിച്ചൊരിയുന്ന മഴയത്തും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിന് അത്ഭുതപൂർവമായ ജനക്കൂട്ടമാണ് എത്തിയത്. ഇത് UDFന് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കും. 10 വർഷമായി കേരളത്തെ ഭരിച്ചു മുടിച്ച ഇടത് സർക്കാരിനെതിരായ ശക്തമായ ജനവികാരമാണുള്ളത്. അത് തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. കേരളം ഭരണമാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്നും അതിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിലെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ മാധ്യമം ഒഴിച്ച് ബാക്കി ഒരു മാധ്യമത്തിലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുക. നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി കണ്ടില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തി കണ്ടില്ല. ഒരിക്കലും അല്ല. എന്ത് പ്രതിപക്ഷത്തെ എന്തോ വിലയിരുത്താനാണ് എനിക്കറിയാൻ ചോദിക്കുക. ഞാൻ ഒരു മിനിറ്റ് ഞാൻ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നതാണ്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഇവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റ് അല്ലേ ഞങ്ങൾ വിലയിരുത്തുന്നത്? പ്രതിപക്ഷത്തെ എന്തിനാ വിലയിരുത്തുന്നത്? ആ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി നിറവേറ്റിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. കേരളത്തിൽ മാത്രം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലോകത്തുള്ളതും ആരും ചോദിക്കാറില്ല. നിലനിൽക്കുന്ന ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അത് വിലയിരുത്തിക്കൊണ്ടാണ് ലോകത്തെവിടത്തും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കാനുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തിയാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ വാട്ടർലൂ ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രസക്തി ഉള്ളതാണ് ഞാൻ എനിക്ക് മുസ്ലിം അതൊക്കെ വെറുതെ നിങ്ങൾ കള്ളപ്രചരണം നടത്തണം. മുസ്ലിം ലീഗിന്റെ കൊടി എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു, അതിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കള്ളപ്രചരണങ്ങൾ നടത്തും. അന്ന് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങള് എല്ലാ യോഗത്തിലും പ്രസംഗിച്ചിരുന്നു. അവിടെ ദേശീയ കൗൺസിൽ ആയതുകൊണ്ടാണ് മറ്റു നേതാക്കന്മാർ ഇന്ന സാധിക്കലി തങ്ങൾ എല്ലാ പരിപാടിയും പങ്കെടുക്കും. UDF ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട്. അവർ ഞങ്ങൾക്ക് പിന്തുണ തരാമെന്ന് ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു. അവിടെ അവസാനിക്കണം. അല്ലെ അവരെ പറ്റിയുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമൊന്നും. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ജോലി എനിക്കുള്ളതാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട്, പാർട്ടികളുണ്ട്, വ്യക്തികളുണ്ട്. ഈ ഗവൺമെന്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്നു. അപ്പൊ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കും.